അജ്മീറിൽ രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ആളാണല്ലോ. അനുഭവങ്ങളൊന്ന് സംസാരിക്കും. ഞാൻ പഞ്ചായത്ത് അംഗമാണ് മേപ്പാടി. അപ്പോൾ ഇതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ മുണ്ടക്കയിലുമായി കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമി ചാനലിലെ കമലേട്ടൻ വിളിച്ചിട്ട് ആ പ്രദേശം വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ മീഡിയ പ്രവർത്തകരോടൊപ്പം ആ പ്രദേശത്ത് പോയിരുന്നു. അപ്പം അന്ന് തന്നെ വലിയ നമ്മൾ ആ മേഖലയിൽ കാണാത്ത തരത്തിലുള്ള ഒരു മഴയായിരുന്നു അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയിൽ നിന്ന് വൈകുന്നേരം തിരിച്ചു ചൂരൽമലയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് വൈകിട്ട് വീട്ടിലെത്തിയപ്പം എൻ്റെ വീടടക്കുന്ന പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിൽ വെള്ളം നിറഞ്ഞ് കയറി നിൽക്കുന്ന സമയത്താണ് മുണ്ടക്കയിൽ ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള ഒരു വിളി വന്നത്. അങ്ങനെയാണ് ഞങ്ങളെല്ലാം പിന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അതിനുശേഷമാണ് പിന്നീടാണ് മുണ്ടക്കയിൽ എത്തിയത്. അപ്പോഴേക്കും നമ്മളൊക്കെ മുണ്ടക്കയിൽ ഏത് സമയം പോയാലും നമുക്കറിയാം, മുണ്ടക്കയിൽ ഏത് സമയം പോയാലും നമ്മൾ ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന അത്രയ്ക്ക് പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ് മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ തന്നെ. പക്ഷേ നമ്മൾ എത്ര വലിയ മാനസികാവസ്ഥയിലും ആ പ്രദേശങ്ങളിലൊക്കെ പോയാലും നമ്മുടെ മനസ്സിന് വളരെയധികം സമാധാനം നൽകുന്ന ഒരു പ്രദേശമായിരിക്കും മുണ്ടക്കയും ചൂരൽമലയൊക്കെ. എന്നാൽ ഇന്ന് നമ്മൾ ആ പ്രദേശം കാണുമ്പോൾ നമ്മുടെയൊക്കെ മാനസിക അവസ്ഥ അത്രത്തോളം തകർന്ന് പോകുന്ന അവസ്ഥയിലാണ് ആ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു വാർഡ് തന്നെ ഇല്ലാതായി. ഏകദേശം 80% ആളുകളും ആ വാർഡിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചൂരൽമലയിലും ഒരുപാട് ആളുകൾ, തൊട്ടടുത്ത അട്ടമലയിലും ഒരുപാട് ആളുകൾ. അപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് മേപ്പാടി കടന്നു പോകുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ പ്രിയപ്പെട്ടവരായ ആരെങ്കിലുമൊക്കെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ദുരന്തത്തെ ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ, ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരുപാട് ആളുകളുടെ ഒരുപാട് കരങ്ങൾ, ഒരുപാട് സംഘടനകൾ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളുമായിട്ട് വയനാട് ചുരം കയറി മേപ്പാടിയിലേക്ക് കയറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അതിജീവനം നമുക്ക് പെട്ടെന്ന് തന്നെ സാധ്യമാവേണ്ടതുണ്ട്. അങ്ങനെ ആ സഹായങ്ങൾ ആവശ്യമുള്ള സമയമാണ്.